മലയാളിയുടെയും സ്വപ്നങ്ങളിൽ 500 രൂപയുടെ ആ ലോട്ടറി ടിക്കറ്റിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കേരള ലോട്ടറിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ 25 കോടി രൂപയുടെ ഓണം ബമ്പർ നറുക്കെടുപ്പിനായി രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈ ഭാഗ്യദേവത കനിയുകയാണെങ്കിൽ മുഴുവൻ 25 കോടിയും കയ്യിൽ കിട്ടുമോ? ലോട്ടറി ടിക്കറ്റിലൂടെ 22 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന കേരള ലോട്ടറി വകുപ്പിന്റെ ഈ മഹോത്സവത്തിന്റെ സാമ്പത്തിക സാമൂഹിക മാനങ്ങൾ വളരെ വളരെ വലുതാണ്. ഒരു ലോട്ടറി വിജയം കേവലം ഒരു ഭാഗ്യക്കുറി സമ്മാനം മാത്രമല്ല, അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ചിലപ്പോൾ വഴിതെറ്റിക്കുന്ന ഒരു സാമ്പത്തിക കൊടുങ്കാറ്റാണ് എന്ന് പറയാം. 25 കോടിയുടെ വിജയിക്ക് എന്ത് സംഭവിക്കുമെന്നും സമ്മാനത്തുകയിൽ നിന്ന് ഏജന്റുമാർക്കും സർക്കാരിനും എത്ര ലഭിക്കുമെന്നും രണ്ടാം സമ്മാനമായ 1 കോടി രൂപയുടെ വിജയിയുടെ കയ്യിൽ എത്ര എത്തുമെന്നും ഒക്കെ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ടിക്കറ്റിന് 25 കോടി രൂപ അടിച്ചുവെന്ന് സങ്കല്പിക്കുക. ആ സന്തോഷത്തിനിടയിലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സമ്മാനത്തുക പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കില്ല. വലിയ സമ്മാന തുകകൾക്ക് കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ അനുസരിച്ചുള്ള നികുതിയും കമ്മീഷനും ബാധകമാണ്. ഈ കിഴിവുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ എത്താൻ പോകുന്ന തുകയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കൂ. ലോട്ടറി സമ്മാനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ലോട്ടറി ഏജന്റുമാരുടെ കഠിനാധ്വാനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ടിക്കറ്റുകൾ വീടുകളിലും കടകളിലും എത്തിച്ചു വിൽപ്പന നടത്തുന്ന ഇവരുടെ സേവനത്തിനുള്ള പ്രതിഫലമായിട്ടാണ് സമ്മാനത്തുകയുടെ 10% കമ്മീഷൻ ഇനത്തിൽ നൽകുന്നത്. ഉദാഹരണത്തിന്, ഒന്നാം സമ്മാനമായ 25 കോടി രൂപ ലഭിക്കുകയാണെങ്കിൽ ഇതിന്റെ 10%, അതായത് 2.5 കോടി രൂപ ഏജന്റിന് ലഭിക്കും. ഈ കമ്മീഷൻ കിഴിച്ചതിന് ശേഷം ബാക്കി 22.5 കോടി രൂപയായിരിക്കും നികുതി കണക്കാക്കുന്നതിനായി ബാക്കിയുള്ള തുക. ഏജന്റ് കമ്മീഷൻ നൽകി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 22.5 കോടി രൂപയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നികുതി ഈടാക്കാൻ പോകുന്നത്. ലോട്ടറി വരുമാനത്തെ ഇന്ത്യൻ ആദായ നികുതി നിയമപ്രകാരം ഇൻകം ഫ്രം അതർ സോഴ്സസ്, മറ്റെവിടെയെങ്കിലും നിന്നുള്ള വരുമാനം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു തുകയ്ക്ക് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഉറവിടത്തിൽ നിന്നുള്ള നികുതി കുറയ്ക്കൽ ബാധകവുമാണ്. കമ്മീഷൻ കഴിഞ്ഞുള്ള തുകയുടെ 30% TDS ആയി ഈടാക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന 22.5 കോടി രൂപയിൽ നിന്ന് 6.25 കോടി TDS ഇനത്തിൽ കുറയ്ക്കും. അതിനുശേഷം വിജയിക്ക് ലഭിക്കുന്ന തുക 15.25 കോടി രൂപയായിരിക്കും. സംസ്ഥാന സർക്കാരിന് ഈ സമ്മാന തുകയിൽ നിന്ന് നേരിട്ട് 1 രൂപ പോലും ലഭിക്കുന്നില്ല എന്ന വസ്തുത ശ്രദ്ധേയമാണ്. GST ഇനത്തിലും ആദായ നികുതി ഇനത്തിലും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാരിലേക്ക് എത്തുന്നത്. 15.25 കോടി രൂപ വിജയിക്ക് ലഭിക്കുമെങ്കിലും 5 കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ നികുതി ബാധകമാണ്. ഉയർന്ന വരുമാനക്കാർക്ക് ആദായ നികുതിയിൽ 37% സർചാർജ് ഈടാക്കും. ഇതിനു പുറമെ TDSനും സർചാർജിനും 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സുമുണ്ട്. TDS കഴിഞ്ഞുള്ള 15.25 കോടി രൂപയാണ് വിജയിക്ക് ലഭിക്കുക എങ്കിലും 5 കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരുടെ കാര്യത്തിൽ അധിക നികുതികൾ ബാധകമാകും. ഇതിൽ പ്രധാനമാണ് 37% സർചാർജ്. ഇത് ആദായ നികുതിയുടെ മുകളിലാണ് ഈടാക്കുക. കൂടാതെ TDS, സർചാർജ് എന്നിവയ്ക്ക് മുകളിലായി 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും നൽകേണ്ടി വരും. ഈ അധിക നികുതികളെല്ലാം ഏകദേശം 2.86 കോടി രൂപ വരും. ഇത് കുറച്ചാൽ 25 കോടിയുടെ ഓണം ബമ്പർ വിജയുടെ കയ്യിൽ അന്തിമമായി എത്തുന്നത് ഏകദേശം 12,88,26,000 രൂപയായിരിക്കും. ഇനി ഓണം ബമ്പർ ലോട്ടറി 25 കോടിയുടെ ഒന്നാം സമ്മാനത്തിന് പുറമെ 20 പേർക്ക് 1 കോടി രൂപ വീതം രണ്ടാം സമ്മാനവും നൽകുന്നുണ്ട്. ഇതാണ് ലോട്ടറി 22 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. ഇനി 1 കോടി രൂപ സമ്മാനം ലഭിക്കുന്ന വിജയുടെ കയ്യിൽ എത്ര എത്തുമെന്നൊന്ന് പരിശോധിക്കാം. ആദ്യം സമ്മാനത്തുകയുടെ 10%, 10 ലക്ഷം രൂപ ഏജന്റിന് കമ്മീഷനായി കുറയും. ഇതോടെ 90 ലക്ഷം രൂപ ബാക്കിയാകും. ഈ തുകയിൽ നിന്ന് 30%, അതായത് 27 ലക്ഷം രൂപ TDS ഇനത്തിൽ കുറയ്ക്കുമ്പോൾ 63 ലക്ഷം രൂപ ലഭിക്കും. ഇതിനു പുറമെ ബാധകമായ സെസ്സുകളും മറ്റു കിഴിവുകളും കൂടി കുറയ്ക്കുമ്പോൾ 1 കോടി രൂപയുടെ വിജയുടെ കയ്യിൽ അന്തിമമായി എത്തുന്നത് ഏകദേശം 59,11,200 രൂപയായിരിക്കും. ഒന്നാം സമ്മാനത്തുകയുടെ അത്ര വലിയ കിഴിവുകൾ ഇല്ലെങ്കിൽ പോലും സമ്മാനത്തുകയുടെ പകുതിയിലധികം മാത്രമേ വിജയിക്ക് കയ്യിൽ ലഭിക്കുന്നുള്ളൂ എന്ന് സാരം. ലോട്ടറി അടിക്കുന്നത് ഒരു സാമ്പത്തിക വിജയം മാത്രമല്ല, അതൊരു വലിയ ചുമതല കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ലോകമെമ്പാടുമുള്ള ലോട്ടറി വിജയികളിൽ ഭൂരിഭാഗവും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ പഴയതിലും മോശമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് തിരിച്ചുപോയ ചരിത്രമുണ്ട്. പണം കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലായ്മ, അമിതമായ ആഡംബരം, മോശം നിക്ഷേപങ്ങൾ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സമ്മർദ്ദം എന്നിവയെല്ലാം ഇതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു വലിയ തുക, പ്രത്യേകിച്ച് ലോട്ടറി സമ്മാനം ലഭിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ സഹായം തേടുക എന്നതാണ്. നികുതി, നിക്ഷേപം, ഇൻഷുറൻസ്, പിന്തുടർച്ചാവകാശം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായൊരു മാപ്പ് തയ്യാറാക്കാൻ ഇത് സഹായിക്കും. ഇനി ലോട്ടറി തുക ലഭിച്ച ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ്. ആദ്യം തന്നെ മിണ്ടരുത്. വിജയ് നിശബ്ദത പാലിക്കുക, അതാണ് നല്ലത്. പൊതുജന മധ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അമിതമായ ശ്രദ്ധയും അതുപോലെ സമ്മർദ്ദവും ഒഴിവാക്കാൻ സഹായിക്കും. ഇനി രണ്ടാമതായി, എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് ആദ്യമേ അടച്ചു തീർക്കുക. മൂന്നാമതായിട്ട്, ലഭിച്ച തുകയിൽ നിന്ന് 6 മാസത്തേക്കുള്ള ജീവിത ചെലവുകൾക്കായി ഒരു എമർജൻസി ഫണ്ട് മാറ്റിവെക്കണം. അവസാനമായി, ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ സഹായത്തോടെ
ഓഹരികൾ, സ്ഥിര നിക്ഷേപങ്ങൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ വിവേകമുള്ളതും വൈവിധ്യമാർന്നതുമായ നിക്ഷേപങ്ങൾ നടത്തുക. കേരള സംസ്ഥാന ലോട്ടറി എന്നത് കേവലം ഒരു ഭാഗ്യക്കുറി എന്നതിലുപരി സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുള്ള ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിലൊന്നാണ്. 1967 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ സംരംഭം ആരംഭിച്ചത്. സമ്മാനത്തുകയിൽ നിന്ന് സംസ്ഥാനത്തിന് നേരിട്ട് പണം ലഭിക്കുന്നില്ലെങ്കിലും ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന GST, അൺക്ലെയിംഡ് സമ്മാനത്തുക, അച്ചടി ചെലവുകൾ എന്നിവയെല്ലാം സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. കൂടാതെ ലക്ഷക്കണക്കിന് ലോട്ടറി തൊഴിലാളികളുടെയും ഏജന്റുമാരുടെയും കുടുംബങ്ങൾക്ക് ഇതൊരു ജീവിതമാർഗം കൂടിയാണ്. നറുക്കെടുപ്പ് അവസാന നിമിഷം മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകൾക്കിടയിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുതീരാനുള്ള സാവകാശം നൽകുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. കാരണം ടിക്കറ്റുകൾ വിറ്റു പോകുമ്പോഴാണ് സംസ്ഥാനത്തിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഓണം ബമ്പർ സമ്മാനത്തുകയുടെ കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് വിജയത്തിന്റെ അളവുകോൽ എന്നത്. 25 കോടി ലഭിക്കുന്ന ഒരാളുടെ കയ്യിൽ 12.88 കോടി രൂപയെ എത്തുന്നുള്ളൂ. ബാക്കിയുള്ള കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ നികുതി ഇനത്തിലും ഏജന്റിന്റെ കമ്മീഷൻ ഇനത്തിലും സമൂഹത്തിലേക്ക് തിരികെ എത്തുകയാണ്. ഈ പണം രാജ്യത്തിന്റെ ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നുണ്ട്. ലോട്ടറി വിജയം അതിനാൽ ഒരു വ്യക്തിയുടെ ഭാഗ്യം മാത്രമല്ല, അതൊരു സമൂഹം പങ്കിട്ടെടുക്കുന്ന സാമ്പത്തിക ഉത്തേജനം കൂടിയാണ്. നിങ്ങളുടെ കയ്യിൽ 12.88 കോടി രൂപ എത്തുന്നത് ഒരു സാധാരണ ജീവിതത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്തത്ര വലിയ തുകയാണ്. ഈ തുക വിവേകത്തോടെ നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ തന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ആഡംബരത്തോടെ ജീവിക്കാനുള്ള വരുമാനം നേടാൻ സാധിക്കും. ലോട്ടറി അടിക്കുന്നത് ഒറ്റത്തവണയുള്ള ഭാഗ്യമാണെങ്കിൽ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 25 കോടിയുടെ ഭാഗ്യശാലിയാകാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഈ കണക്കുകളും പാഠങ്ങളും മനസ്സിലുണ്ടായിരിക്കട്ടെ. കാരണം പണം നേടുന്നതിനേക്കാൾ പ്രധാനം അത് നിലനിർത്തുന്നതിലും വളർത്തുന്നതിലുമാണ്.